ചേച്ചി എന്തടി? എൻ്റെ കൂടെ വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പൊ മറ്റേ പെൺപുലി സംഘത്തിന്റെ എന്തോ കോൾ വന്നിട്ട് വരും. ശബ്ദം ശരിയായില്ലേ? പോയിട്ട് വന്നില്ല. ഇപ്പോഴും ഒരു കണക്കിന് ചിലപ്പോ കാറ്റ്. അല്ല, എനിക്ക് ഒരു കണക്കിന് സന്തോഷം വെച്ചാല് ഈ നേതൃത്വ പാഠവും എന്തൊക്കെ പറഞ്ഞാലും ക്ലീറ്റോക്കാലും കൂടുതൽ അവക്കാണ് അല്ലേ? അവിടെ വന്നിട്ട് എന്തൊരു നിർദ്ദേശങ്ങളൊക്കെയാന്ന് അറിയാൻ വെക്കണത്. ഒറ്റ പെണ്ണുങ്ങളും അതിനെതിരെ വാതുറക്കത്തില്ല. അങ്ങനെ വേണം. ഒരു നേതാവ് എന്ന് പറയുമ്പോ അങ്ങനെ ആയിരിക്കണം. എന്റെ പൊന്നാങ്ങളുടെ പറഞ്ഞ അവളെ കണ്ടുപിടിക്കേ. പിന്നെ പൊന്നാങ്ങളുടെ കണ്ടു പഠിച്ചതാ ചേച്ചി. എന്നിട്ട് അവനില്ലല്ലോ അത്. എന്ത് കഴിച്ചാ? ഓ, ഈ പൊട്ടിക്കാളിനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കറി കൊണ്ട് തരൂന്ന്. നല്ല അറിയില്ല. കിഴങ്ങ് ഇവിടെ കിഴങ്ങറി തന്നെയാ. ഇവിടെ കിഴങ്ങായിരിക്കും, പക്ഷെ ഇതാ കിഴങ്ങല്ല. കഴിച്ചു നോക്ക്. കഴിക്കട്ടെ, ഞാൻ വിളമ്പി തരാം. കഴിച്ചു നിർത്തിയാണ്. ഒരെണ്ണോടി എടുക്ക്. എന്തോ വ്യത്യാസം ഉണ്ടെന്തോ. ഒരെണ്ണോടി എടുക്കടാ. എന്റെ ആങ്ങളൊക്കെ കൊടുക്കട്ടെ. ഇതില് ഞാൻ പ്രത്യേക ഒരു സാധനം ചേർത്തിട്ടുണ്ട്. കഴിച്ചോ, മീൻ കഴിക്കും. നല്ലല്ലേടി? പിന്നെ നീ കഴിക്കണ്ട. സൂപ്പർ പൊളി. എന്താ പറഞ്ഞത്? സീൻ ഡാർക്ക് എന്ന് പറഞ്ഞാൽ കൊള്ളാന്നാണ്. പുതിയ സ്ലാങ് പോലെ എന്ത് ചേട്ടാ ഒന്നുകൂടെ കഴിച്ചിട്ട് വേറൊന്നും പറഞ്ഞു കൊടുത്തു. വേറെ ഉണ്ടല്ലേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അട്ടാറ് കറി കണ്ട? എന്ത് അട്ടാറ് കറി എന്നുവെച്ചാ ഒരു രക്ഷയില്ല. സൂപ്പർ ഭീകരം. ഇതൊന്നും അറിഞ്ഞൂടാ എനക്ക്. അറിയാറുണ്ട് ഇതെല്ലാം. ആന്റിക്കാണെങ്കിൽ റെസ്റ്റോറന്റ് കേട്ടാ പൊളിയാണ്. ആണല്ലേ? ഞാനും ഓർക്കാറുണ്ട്. നല്ലതല്ലേ? പക്ഷെ പൈസ വേണ്ടേ? പൈസ വേണ്ടേ? ക്ലീറ്റോ നേതാവിന്റെ ഭാര്യക്ക് ലോൺ കിട്ടാനാണ് പാട്. അത് നീ ഇപ്പൊ ആക്കി പറഞ്ഞതല്ലേ ക്ലീറ്റോനെ? അല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ക്ലീറ്റോ എന്നുള്ളൊരു പേര് മാത്രം പറഞ്ഞാൽ മതി. ബാങ്കില് ആളെ പോലും കണ്ട അപേക്ഷ പോലും വേണ്ട, അവര് ബാങ്കുകാർ ഇങ്ങോട്ട് ലോൺ തരും. അത് നിനക്ക് അറിയാമോ? ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനക്ക് കിട്ടുമല്ലോ ലോൺ പെൺപുലിക്ക്. ശരിയാ. അത് പറഞ്ഞപ്പോഴാ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഈ പെൺപുലി സംഘം സ്റ്റേഷനിൽ ധർണയ്ക്ക് വരുന്നല്ലേ? നമ്മള് പോയില്ലല്ലോ. നിങ്ങൾ രണ്ടും പോയില്ല. പോയി രണ്ടിനടിച്ച് വെളിയാക്കിയാണ്. എന്നാ പിന്നെ അടുത്ത ധർണ ഇവിടെ ആയാണ്. ഇതിപ്പോ അക്കാര്യമൊന്നും അല്ല നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. ചേച്ചി റെസ്റ്റോറന്റ് തുടങ്ങുന്ന കാര്യമല്ലേ? അതെ അതെ, ആന്റി റെസ്റ്റോറന്റ് തുടങ്ങിയ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മെയിൻ ഷെഫായിട്ട് നമ്മളെ റൊണാൾഡിനെ വെക്കണം. അപ്പൊ ഉണ്ടാക്കുന്ന സാധനം ഒന്നും അടുക്കളക്ക് വെളി വരില്ല. അടിപൊളിയാ. സീൻ കോൺട്രാണ്. കണ്ട കണ്ട കണ്ട, അവക്ക് പുതിയ വാക്ക് കിട്ടി. എന്തെന്ന്? സീൻ കോൺട്രാ. വേണ്ട വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് പിന്നെ ഈ മുല്ലപ്പും കൂടി ടച്ച് ചെയ്താൽ കല്ലിനും ഉണ്ടല്ലോ സാഫല്യം. അങ്ങനെയല്ലടാ, മുല്ലപ്പൂമ്പടി ഏറ്റിയെടുക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. മാറി സൗരഭ്യം എന്ന് പറഞ്ഞ സുഗന്ധം, മണം മണം മണം. നീ വെറുതെ ഇരിക്കുമ്പോ ഇവന് നിന്റെ മലയാളം ക്ലാസ് എടുത്തു കൊടുക്കും. അയ്യോ ഡാർക്ക് വേണ്ട, നല്ലായിട്ട് വേണ്ട. അച്ഛനോട് പോയി. അത് രാവിലെ KSRTC-യിൽ എന്തോ ധർണയുണ്ടെന്നാ, പിക്കറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. മുദ്രാവാക്യവും എന്താണ്ട് വിളിച്ചു പറയലൊക്കെ അവനാണെന്ന്. 1000 രൂപ കിട്ടുമെന്ന്. അങ്ങനെയൊക്കെ പൈസ കിട്ടൂ? അങ്ങനെ ഉണ്ടല്ലേ അവരൊക്കെ ജീവിച്ചു പോണത്. ആണല്ലേ? അതങ്ങനെ പുച്ഛത്തിൽ പറയേണ്ട കാര്യം. കൊറേ നേരം. പിന്നെ രാഷ്ട്രീയക്കാരെങ്ങനെ ജീവിക്കാനാ? ഇങ്ങനെയൊക്കെ തന്നെ. അവർക്ക് ഇങ്ങനെയാ ശമ്പളം. തീർന്നിട്ടാ പോണത്. അവനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു കൊല്ലോടെ നീ തന്നെ. പിന്നെ എത്ര പെട്ടെന്ന് കഴിഞ്ഞാ ധർണ? ധർണ കഴിഞ്ഞില്ല, പൈസ കിട്ടി ആനിഞ്ഞു പോകും. നീ പോന്ന? എടാ, നിന്നോട് ക്ലീറ്റോ എന്താ പറഞ്ഞത്? കഴിയാതെ പോരരുതെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ KSRTC സ്റ്റാൻഡിൽ പോയി അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്തപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്നെ ചീത്ത വിളിക്കും. എന്റെ അനൗൺസ്മെന്റ് കാരണം ബസ് റൂട്ട് അനൗൺസ് ചെയ്യുന്ന ആർക്കും കേൾക്കാൻ വയ്യുന്നു. അപ്പൊ ഞാൻ മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആനിഞ്ഞു പോന്നു. കൊള്ളാം നിന്റെ കാര്യം. പൈസ കിട്ടി പിന്നെ അവിടെ വയ്ക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ പിന്നെ പൈസ നിനക്കാര്യം വന്ന്? അത് മറ്റേ ധർണയ്ക്ക് നമ്മൾ കൊണ്ടുപോയി അണികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള പൈസ തന്നു.
ആ പൈസ എടുത്ത് നീ ഇങ്ങോട്ട് വന്നാ അപ്പൊ അവർക്ക് പിന്നെ ആര് പൈസ കൊടുക്കും അല്ല ഭക്ഷണം കൊടുക്കും? അവരോട് നിരാഹാര തരണേന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നു റൊണാൾഡേ, നീ ആൾക്കാരുടെ കയ്യിലിരിക്കണത് മേടിക്കും. നീ ക്ലീറ്റോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാന്ന് വരട്ടെ. ക്ലീറ്റോ പറഞ്ഞ ഒരു ചുക്കും സംഭവിക്കത്തില്ല. മച്ചമ്പി പറഞ്ഞിട്ടാ ഈ ബുദ്ധി അങ്ങോട്ട് ചെയ്തേ. കിട്ടിയ പൈസക്കകത്ത് 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ക്ലീറ്റോയ്ക്കാ? ക്ലീറ്റോ പറഞ്ഞു അതിനോട് ഇങ്ങനെ ചെയ്യാൻ? ഊണിന്റെ പൈസ തരും, അവരോട് പറയണ്ട നിരാഹാര തരണേന്ന് പറഞ്ഞ അവന്മാരെ വിളിച്ചേക്കുന്നത്. കിട്ടുന്നതിന്റെ പകുതി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എത്ര രൂപ കിട്ടി നിനക്ക്? 2000 രൂപ. ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപയ്ക്കകത്ത് പച്ചക്കറി, ഉണക്കമീൻ, ബാർ സോപ്പ്, കുഞ്ഞിന് പാപ്പം എല്ലാം മേടിച്ചു കൊടുത്തു. കൊള്ളാം. നീ ഒന്നും അല്ലെങ്കിലും നന്നാവൂല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ എവിടെ? അത് ഏത് പൈസ? ഏത് പൈസയാണെന്നറിയില്ലേ? ഏത് പൈസയാണെന്നറിയില്ലേ നിനക്ക്? ഞാൻ മേടിച്ച 500 അല്ലേ? അത് തരാം. അതാ അല്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, തരാം. നീ ഇവിടെ ഉണ്ടായിട്ട് എനിക്ക് എന്താ കാര്യം? നീ പൈസ തരണ്ടേ? പൈസ തങ്കഞ്ചേട്ടത്തിക്ക് ഒരു തരിമ്പ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രേ സാധനം മേടിച്ച് അടുക്കള കൊണ്ടുവച്ച എനിക്കൊരു ആശംസ, ഒരു അപ്രീസിയേഷനോ തന്നേനെ കേട്ടോ. അല്ല, പൈസ കടം മേടിച്ചാൽ തിരിച്ചു തരണം. അത് ചോദിക്കുമ്പോ പിന്നെ സ്നേഹം ഇല്ലാതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ പൈസ തിരിച്ചു തന്നേരം ഞാൻ നിന്നെ ആശംസിക്കോ മറ്റേ അപ്പുറം എന്താന്ന് വെച്ചാൽ പറയാം. ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കൂല്ലോ പെണ്ണുമ്പോൾ. അപ്പൊ പിന്നെ ഇങ്ങനെ വിശ്വാസം ഇല്ലായ്മ കാണിക്കേണ്ട കാര്യം എനിക്ക് എന്റെ കയ്യിലുള്ള പൈസ ഞാൻ ചിട്ടി പൈസ എടുത്തിട്ട് നിനക്ക് പൈസ ഇങ്ങോട്ട്. അത് 500 തികച്ചില്ല, തികച്ചു കിട്ടുമ്പോ തരാം. എനിക്ക് സത്യത്തിൽ പൈസക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നിന്നോട് ചോദിച്ചത്. ഇതാണ് ഞാൻ പറയണത് റൊണാൾഡേ, കിട്ടുന്ന പൈസ അപ്പപ്പം അങ്ങോട്ട് ചെലവാക്കി കളയരുത്. നിനക്കൊരു ജീവിതം വേണ്ടേ? നിനക്കത് സൂക്ഷിച്ചു വെച്ചാൽ നിനക്കൊരു ഉപകാരം. ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടേണ്ട കാര്യമുണ്ടോ നിനക്ക്? 500 തികച്ചില്ല. 100 രൂപ എന്റെ 500 എനിക്ക്. അയ്യടാ, നിങ്ങൾക്ക് സംവരണം കൂടുതൽ കിട്ടിയെന്നും പറഞ്ഞ് ഒരു പുരുഷന്റെ പോക്കറ്റിൽ കയറ്റി പൈസ എടുക്കാനുള്ള സാധനം നിങ്ങൾക്ക് കിട്ടില്ല പെണ്ണുപിള്ള. അതെ, പുരുഷന്മാര് വേറൊരു കാര്യം മനസ്സിലാക്കണം. കടം മേടിച്ചിട്ട് എനിക്ക് തിരിച്ചു കൊടുക്കണം. ഒരു വലിയ സംവരണക്കാരൻ പുരുഷൻ. അയ്യോടാ, കിട്ടും. കിട്ടോ? ഒരു എന്തായാലും പച്ചക്കറിയും വീട്ടു സാധനങ്ങളും മേടിച്ചിട്ട് വന്ന കൊടങ്ങാവിള റൊണാൾഡിന് എല്ലാവിധ ആശംസകളും. ആശംസ. നിന്റെ ശാപം എനിക്ക് കേൾക്കാൻ വയ്യ. എന്നാ കൊണ്ടുപോയിക്കോ. അല്ലേ എനിക്കറിയാം നിങ്ങളുടെ ആ മാതൃസ്നേഹം തുളുമ്പ് നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ. പൊക്കോണം, നാട് കിട്ടോണം ഇവിടുന്ന്. പൈസ കടം മേടിക്കാൻ നേരത്തെ അയ്യോ തങ്കം ചേച്ചി പൊന്നാണ് പാലാണ് തിരിച്ചു വയ്ക്കാൻ നേരത്തെ നിനക്ക് പറ്റൂല അല്ലേ? രാത്രി പല്ലിയെ പാറ്റ കണ്ടു നിലവിളിക്കുമ്പോഴേ ഞാൻ തിരിച്ചു നോക്കത്തില്ല. വേണ്ട, എനിക്ക് പല്ലിനെ കൊല്ലാനുള്ള ആവതൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. വേണ്ടി വന്നാൽ നിന്നെയും കൊല്ലിക്കും. അതല്ല ക്ലീറ്റോ മച്ചമ്പി പാർട്ടി ടൂർ എന്നും പറഞ്ഞ് ഇവിടെ നിൽക്കാതെ ഇറങ്ങി ഓടുന്നത് എനിക്കറിയാം. ഞാൻ ശല്യപ്പെടുത്തുന്നോണ്ട് എന്റെ ഇന്ന് സമാധാനം ഇല്ലാത്തോണ്ടാന്നല്ലേ? അത് തന്നെ. നിനക്കും സമാധാനം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആർക്കും സമാധാനം തരാൻ ഉദ്ദേശിച്ചില്ല. നീ കൂടെ പൊക്കോ. അല്ല, ഞാൻ സ്ത്രീ അല്ല. ഞാൻ നന്നാവും അതുകൊണ്ട്. കിട്ടിയതായി, സാധാരണ കിട്ടാറില്ല. ഇന്ന് ഭാഗ്യത്തിന് ഉണ്ടായി. ഇപ്പൊ എവിടെയും കൊണ്ടുവച്ചാലേ. നമുക്ക് ഇനി ഒരു എയറിൽ ഒരു പോസ് ചെയ്യാം. ഞാൻ എയറിൽ കറക്റ്റ് സമയത്ത് ക്ലിക്ക് ചെയ്യണം. എയറിൽ കാണിച്ചു ഇതായിരിക്കും പോസ്. ഓക്കെ, ഞാൻ പറയാം. റെഡി? 3 1 2 3 ഗോ. നോക്കട്ടെ. നിനക്ക് ഭാവിയിൽ നല്ല ഫോട്ടോഗ്രാഫർ ആവാനുള്ള കഴിവുണ്ട് കേട്ടാ. എനിക്കോ? ഒരെണ്ണം കൂടി എടുത്ത്. നടക്കത്തില്ല. എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അഥവാ എന്റെ ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ പോകും. നിനക്ക് എന്ത് ഇഷ്ടം അത് ഫോളോ ചെയ്യാം. വേറെ ഒരെണ്ണം ഫ്രീസ്. സൂക്ഷിച്ചേ. അതൊന്നും കുഴപ്പമില്ല. റെഡി? 1 2 3 കിട്ടിയാ? സൂപ്പർ. നോക്കട്ടെ. ബ്യൂട്ടിഫുൾ. എന്താ സംഭവം? എന്താ? അല്ല, എന്റെ ഇൻസ്റ്റയിലോട്ട് കുറച്ച് പിക്സ് ഇടാനേ. അയ്യോ, എയറില് ഇതോടെ 2 ഫോട്ടോ എനിക്ക് എടുത്തരൂ. എന്തിന്? എനിക്ക് അത് വേണം. ഞാൻ എടുത്തുതരാം. കമോൺ. ചേട്ടൻ എന്നെയും കാട്ടിയും പ്രൊഫഷണൽ.
ഇതെന്ത് ജനാനവനെ പാടാൻ നിക്കുന്ന ഫോട്ടോയ്ക്ക് പോ. കുറച്ച് ലൂസിനപ്പൊക്കെ ഒന്ന് ഇരിക്കി എന്തായാലും പോസി ഇങ്ങനെ അന്നാ ഇങ്ങനെ നിൽക്കും പോയിരുന്നു അവിടെ ആ തൂണിൽ കൈയൊക്കെ വെച്ചിട്ടൊന്ന് ചാരിയിട്ട് എന്തോ ഇത് ഒന്നെങ്കിൽ അങ്ങ് അറ്റ അല്ലെങ്കിൽ ഇങ്ങറ്റ ഇരുന്നേ ആ നോർമലായിട്ട് ജസ്റ്റ് കൈ ഒന്ന് ചാരി വെച്ചിട്ട് ആ അത് തന്നെ കുറച്ചുകൂടെ താത്തേ ആ നേരെ ഓക്കെ എത്ര അത്ര എക്സ്പ്രഷൻ വേണ്ട നാച്ചുറൽ എന്തിനാ ചായന്ന ചിരി ആ താഴെ ആ മസിലങ്ങോട്ട് വിട് നെഞ്ചിക്കിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണോ ഒന്ന് ചിരി ആൾക്കാർ പേടിക്കും ആ ഓക്കെ ഇതൊരു കൊള്ളില്ലേ? എന്തൊക്കെ ആ ആ ആ വേറെ സാധനം Natural ആയിട്ട് തന്നെ. വേറെ സാധനം ആ ആ നാച്ചുറൽ ആയിട്ട് നെല്ല് അമ്മ നാച്ചുറലായിട്ട് ഇന്ന് ശ്രദ്ധിക്കത്തില്ല സുഹൃത്തെ. ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു ഇത് കൊള്ളാം, കൊള്ളാം, കൊള്ളാം. ആ ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം ജിത്തുമ്മ ഫോട്ടോ എടുത്ത് എന്തിനാ? ഇൻസ്റ്റയിലിടാൻ ഇൻസ്റ്റയിലിടാൻ ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ടോ? ഉണ്ടോന്നോ ആണ്. ആ ആഹാ. ഞങ്ങൾക്ക് കൊടങ്ങാവള വാലീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. കൊടങ്ങാവള വാലീസ്. ഞാൻ അതിനകത്തുണ്ട്. അപ്പൊ ഇവിടെ വന്നോണ്ട് അതിനകത്ത് വലുതായിട്ട് പോകുന്നില്ല. 10K ആൾക്കാരുണ്ട്. 10K. എത്ര ഉള്ളോ ചേട്ടൻ എത്രയാന്നറിയോ 1.7 മില്യൺ അത് 10K താഴെയല്ലേ, ഇത് 10 കഴിഞ്ഞു. ഇത് 1 പോയിന്റേ ഉള്ളൂ. ഇത് 17 ലക്ഷം കർത്താവേ, ആ 17 ലക്ഷം ആൾക്കാർ നിന്നെ അറിയാവോ? ചേട്ടൻ വേറെ ലെവലാണ് നമുക്ക് അറിഞ്ഞൂടാത്തല്ലേ ഡാൻസിൽ ഇതും കൂടിയൊക്കെ പിടിച്ച് യെസ് എനിക്കും അതേപോലെ ഒരു സാധനം ചെയ്തു തരും. ഒരു എന്റേതായിട്ട് ഒരെണ്ണം അത് സെറ്റാക്കി തരാം സെറ്റാക്കാം. ആ സെറ്റാക്കാം അതാകുമ്പോ നമ്മൾ ഉണ്ടാക്കുന്ന അടിയും കള്ളുടിയൊക്കെ എടുത്തിട്ടെ ആ കലിപ്പ് റൊണാൾഡോ എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ആൾക്കാർ വരും. സംഭവം ഒക്കെ പക്ഷെ ഇങ്ങനെ നിന്ന് അതെ അതെ ഇത് ചേട്ടന്റെ വെറൈറ്റി എന്തുവാ ചേട്ടൻ്റെ ഈ ഒരു ലുക്ക് ആ? അതുപോലെ എന്തെങ്കിലും യുണീക് തിങ് വേണം യൂണീക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് മുതൽ ഹെയർ സ്റ്റൈൽ വരെ ഫുൾ ആയിട്ട് മാറ്റണം ആ ഏയ്, അത് വേണം. പിന്നെ അത് വേണ്ടേ ഇങ്ങനെ നിർത്താൻ പറ്റൂ എനിക്ക് കുഴപ്പമില്ല, ഇതൊക്കെ മാറ്റുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. പക്ഷെ അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നഗ്നത പ്രദർശനം ഭയങ്കര കേസാണ്. അതല്ലെന്ന് വേറെ ഡ്രസ്സും വേറെ ഹെയർ സ്റ്റൈലൊക്കെ വേറെ Makeover. മേക്ക് ഓവർ മാറണം ഇതേപോലെ ഫ്രീക്ക് ആവണം. ആ, ഈ മുടിയൊക്കെ ചപ്പിച്ചൊന്നും വെക്കാതെ കുറച്ചൊരു പൊന്തിച്ചൊക്കെ സെറ്റ് ഓക്കെ ഞാൻ റെഡി. കുറച്ച് പൈസ ചെലവുണ്ട് 100 മതിയോ? 100 രൂപ 200? മറ്റേ 20 രൂപ ചെയ്യാം മിനിമം 1500 ആവുന്നേ ഫണ്ട് ഒരു പ്രശ്നമില്ല, ഞാൻ സെറ്റ്. അങ്ങനെ ഞാൻ ചെയ്ത് പുതിയ ഫ്രീക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ വരുമോ? മില്യൺ ആൾക്കാർ വരുമോ? നല്ല സംഭവമാണെങ്കിൽ വരും വരുമോ? ഭാവിയിൽ അത് മില്യൻ ആയിക്കോളും അങ്ങനെ ഇട്ടിട്ടല്ലേ മില്യൻസ് ആക്കണത് പക്ഷെ ഒരു ഡൗട്ട് ഇവിടെ വല്ല പ്രശ്നമാവോ എന്ത് പ്രശ്നം? ഞാൻ സെറ്റ്. ഞാൻ ഫണ്ടിന്റെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. റെഡി ആണല്ലോ? ഉള്ള ഫണ്ട് വേണം ഉടായ്പിൽ എടുക്കണം അതൊന്നുമില്ല, ഫണ്ട് സെറ്റ്. സെറ്റാക്കാന്ന് പോകുന്ന അങ്ങോട്ട് ഫ്രീക്കനായിട്ട് തന്നെ ബാക്കി കാര്യം. ചേട്ടൻ നിന്ന് ബാക്കി ഫോട്ടോ എടുക്കും നിക്കേ കണ്ണു വെക്കണ്ട കണ്ണ് നല്ലപോലെ അടച്ചു പിടിച്ച പിടിക്കട്ടെ ഇതിനകത്ത് മുളക് പൊടി ഇട്ടാടി ഏ നല്ല എരിവുണ്ട്. ഇപ്പൊ ഇട്ടിട്ടില്ല വൈകിട്ട് ഒഴിക്കുമ്പോ ഇടാം ലിപിണേ, ആ ഇതൊന്ന് ശ്വാസം മുട്ടിച്ചു വല്ല നോക്കോ? അതിനായിട്ട് നീ അവനെ വിളിച്ചു വരുത്തിയത്. പോടുന്നു കണ്ണിന് മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നു അച്ഛമ്മേ, കണ്ണിനെന്താ പറ്റി? ഒരു ഈച്ച അടിച്ചതാ. ഈച്ചയ്ക്ക് പറ്റിയുള്ള എഴുതി കൊടുത്തതാണ്. അതിന്റെ പ്രതികാരം പറ്റിയതാ. റൊണാൾഡേ തമാശ നേരെ നിലവാരം കുറഞ്ഞു അല്ലേ മച്ചമ്പി? സാധാരണ എന്നെക്കാളും താഴെയാണ് പോണത്. ഇത് ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിപ്പോടെ. ആണ്. അതെ, ഞാൻ വന്നത് ഒരു പ്രതിസന്ധി ഘട്ടം. എന്താണ്? അതിന് വ്യക്തമായ ഒരു ഉത്തരവും സഹായവും വേണം. ചോദിച്ചോളൂ. ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗം മുന്നിൽ വരിക. അപ്പൊ അയാൾക്ക് എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയത്തില്ല. ആ മാർഗം നല്ലതാണെങ്കിൽ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോകണം. ആണ്. ഇനിയിപ്പോ അതിന് ആരെങ്കിലും എതിർ നിൽക്കുകയാണെങ്കിൽ എതിരുണ്ട്. ഉണ്ടാ? അത് വേണ്ടപ്പെട്ടവരാണോ? എതിരുണ്ട്. അത് സ്വാഭാവികമായിട്ടും പറയും അത് വേണ്ടപ്പെട്ടവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം കാര്യം. ആണല്ലേ? എന്നിട്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ ഒരു കാര്യത്തിന് മറുപടി കിട്ടി. ഈ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഇറങ്ങി നമ്മൾ രക്ഷപ്പെടുമല്ലോ. പക്ഷെ അത് രക്ഷപ്പെടണമെങ്കിൽ ചില സാമ്പത്തിക സഹായങ്ങൾ വേണ്ടി വരും. അപ്പൊ എന്തു ചെയ്യും? കടം മേടിക്കണം.
കടം മേടിക്കണം. കടം മേടിക്കാനോ? പിന്നെ ഇടേ നമ്മുടെ ഇന്ത്യ തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കടം മേടിക്കുന്നില്ലേ? അല്ല, അതൊരു കുറച്ചിലാകില്ലേ? ഇടേ ആവശ്യക്കാരാവശ്യത്തില്ല, കണ്ണും പൂട്ടി അങ്ങ് ചോദിച്ചേക്കണം. ആണോ? എങ്കിൽ മച്ചമ്പി എന്നെ നല്ല രീതിയിൽ ഒന്ന് സഹായിക്കണം. ഇന്ത്യയായ ഞാൻ വേൾഡ് ബാങ്കായ മച്ചമ്പിയുടെ അടുത്ത് സഹായത്തിന് വന്നതാ. മച്ചമ്പി എന്നെ ഒന്ന് സഹായിച്ചാൽ ചെയ്യില്ലേ? എടാ മൂക്കി തൊടുന്നതിന് 3 വെളുത്ത് വെക്കണോടാ. എന്താ വേണ്ട എനക്ക്? 2000 രൂപ. എന്തേ? 1000 രൂപ തരാം. ആണ് വെക്കത്താ? എന്നെ കൊണ്ട് തോറ്റ് എന്നെ കണ്ണു തുറന്നേട്ടാ. അയ്യോ, പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് അത്ര കട്ടിയില്ല. കാരണം നീ പറഞ്ഞു തുടങ്ങാൻ എനിക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ പലിശ സഹിതം തിരിച്ചു തരണം. അത് 1000 ഉള്ളത്. 1000 ഉണ്ട്. അമ്മ മറ്റേ അവരും തോച്ചു. രക്ഷപ്പെട്ടിട്ടെ പലിശ സഹിതം തിരിച്ചെന്നില്ലേ വേൾഡ് ബാങ്ക് നടപടി എടുക്കും. തരും. ഡൺ. തൽക്കാലം ഇത് ആരോടും പറയണ്ട. ഇല്ലിപ്പണ്ണേ, ഡോക്ടറെ കൊടുക്കാൻ പറ്റുന്ന വയസ്സ്. ഇടാ നീ അവിടെ പോയി ചോദിക്കല്ലേ നീ? ഇല്ല. അവളെന്തേച്ച് മുത്ത്? ആ പെണ്ണ് അവൻ്റെ കൂടെ പുറത്തോട്ടം കണ്ടും പോയിട്ടുണ്ട്. പറഞ്ഞാ കേൾക്കൂലേ, പോലെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാ തുള്ളി കളിച്ചങ്ങ് പോകും. അവനെന്തേ കനകൻ? അതേ അകത്ത് കണ്ണില് മരുന്ന് ഒഴിച്ച് കിടപ്പുണ്ട്. കുറഞ്ഞില്ലേ? കുറവുണ്ട്. ഓ, എന്നാലും ചേച്ചിയുടെ ആങ്ങളെ സമ്മതിക്കണം കേട്ടാ. എന്താടി എൻ്റെ ആങ്ങളേക്ക് കുഴപ്പം? ഒരു കുഴപ്പമില്ല. മരുന്ന് ഒഴിച്ചു കൊടുത്തപ്പോ പറയാണ് അതില് മുളക് പൊടി കലക്കിയിട്ടുണ്ടാന്ന്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇല്ല, വൈകിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് കലക്കി തരാന്ന്. അങ്ങനെയല്ലേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും കളിയാക്കല് തന്നെ. അതാ പറഞ്ഞത്, നിന്നെ കളിയാക്കലല്ലേ ഉള്ളൂ. നീ കുറച്ച് ദിവസം അവിടെ വന്നു നോക്ക്. ഈ വെള്ളം ഇട്ടേക്കണ അതിന്റെ ഉള്ളിൽ ഒരു ഭൂതം ഒളിഞ്ഞിരിക്കണ കാണാം. ഒരു പിന്നെ ഒരു കടിച്ചേറില്ല. മീരച്ചേട്ടൻ പാവം. പാവം ഉറങ്ങുമ്പോ. പിന്നെ വേറൊരു കാര്യം, അമ്മാവന്റെ ചീരത്തോട്ടത്തിലേ പന്നി കേറിയെന്ന്. പന്നിയാ? ഇതുവരെ കേറിയിട്ടില്ല. കേറിയെന്ന്. എന്നിട്ട് അതിനെ ഓടിക്കാനായിട്ട് കുറെ ആളുകളെല്ലാം കൂടെ ചീരത്തോട്ടത്തിലോട്ട് കയറി. കൊറേ ചീരയൊക്കെ പോയി. അപ്പൊ അതിന് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പോഴാണ് ഒരു പുതിയൊരു സർക്കിളാ വന്നേക്കണത്. അയാളാണെങ്കിൽ ഭയങ്കര മൃഗസ്നേഹി. അമ്മാവനെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തിയെന്ന്. എന്തിന്? അയാള് മൃഗസ്നേഹി. ഇത് പന്നീനെ കൊന്നെന്ന്. പന്നി ചത്താ? എന്നിട്ട് അപ്പൊ ഏട്ടനില്ലായിരുന്നു സ്റ്റേഷനിൽ. ഏട്ടൻ പിന്നെ വിളിച്ചു പറഞ്ഞ് അത് സോൾവ് ആക്കി. അപ്പൊ അമ്മാവൻ ഗർവിച്ചിരിക്കുകയാണ്, ഏട്ടൻ നേരിട്ട് ചെല്ലാൻ ഞാൻ എന്നും പറഞ്ഞോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ. ചേച്ചി, ഇതെവിടെ പോയി? ഞാന് തമ്പിച്ചേട്ടന്റെ നാടകത്തിന്റെ പോസ്റ്റർ കൊണ്ടുപോയത് ഒരാൾക്ക് അയച്ചു കൊടുക്കാം ടൗണില്. എന്താണ് രണ്ടുപേരും കൂടെ? ചുമ്മാ. പുതിയ ചുരിദാറാണോ? കൊള്ളാമോ? നല്ല രസമുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ ഇങ്ങനെ വർത്താനം കൊണ്ടിരിക്കുക. അവിടെ 3 പേരും കൂടെ ടൗണിൽ കിടന്ന് കറങ്ങണുണ്ട്. മുത്തും ജിത്തും പിന്നെ റൊണാൾഡും കൂടെ. ജിത്തും മുത്തും കൂടെ അല്ലേ ഇവിടുന്ന് പോയത്? റൊണാൾഡോ ഉണ്ടായില്ലല്ലോ. ഒരു തുണിക്കടയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണം. തുണിക്കടയല്ല? അതെന്തിനാണോ? എന്നാ പിന്നെ ഞാൻ പോട്ടാ. ചേച്ചിനെ കണ്ട അവര്? എന്നെ കണ്ടില്ലെന്ന് തോന്നണ്. ഞാൻ പിന്നെ ഇനി പെട്ടെന്ന് വരണോണ്ട് ഇനി പോന്ന്. റൊണാൾഡൊക്കെ ചെന്ന് ചേർന്ന് എന്തോ പരിപാടി ഒപ്പിക്കാനാടി. അല്ലാതെ പ്ലാൻ ചെയ്തുള്ള പോക്കാട്ടോ. നമ്മളെ പറ്റിക്കാൻ. ഇതാണ് നമ്മളെ തള്ളമാരെ കണ്ണുപിടിക്കാൻ പറ്റൂല. ദൈവം മുമ്പിൽ കൊണ്ടുവന്നിട്ട് വരട്ടെ. അല്ലെ സുലി ചേച്ചി നമ്മുടെ എത്തിക്കോ? കള്ളത്തരം കാണിച്ചാൽ മുമ്പിൽ ഇട്ട് തരും. അങ്ങനെ നിങ്ങളെ നോക്കണോണ്ടാ. അയ്യേന്നോ? നിന്റെ താടിക്ക് മുടിക്കുന്നത് എന്ത് പറ്റി? ഇത് എന്തോടെ കാണിച്ചേക്കുന്നത്? താടിക്ക് കളറ്. ഇത്ര പൈസ 10,500 രൂപ മുടക്കി ഫ്രീക്ക് ലുക്കി വന്നപ്പോ അയ്യേന്നു. എനിക്ക് കണ്ടിട്ട് അറപ്പാവുന്നു. അറപ്പാ? നിങ്ങൾ വിടും ദിലീപണ്ണേ, എങ്ങനെ ലുക്ക്? കുഴപ്പമില്ലാന്നേ ഉള്ളു.
വലിയ നല്ലതൊന്നുമല്ല. എന്ത് കുഴപ്പമില്ല. ഈ തോന്നിയാസം എല്ലാം മാറ്റി വെച്ച് പഴയ മുണ്ട് ഷർട്ട് ഇട്ട് വരാമെങ്കിൽ മാത്രം ആ പരിക്കകത്തോട്ട് കയറിയാൽ മതി. ആ അങ്ങനെയാണെങ്കിൽ ജിത്തുമോനെ പരക്കറ്റരുത്. ഞങ്ങള് സൈൻ വെച്ച് ഫ്രീക്ക്. അവന്റെ പ്രായമാണോ നിനക്ക്? അതെന്തൊരു വർത്താനം അച്ചമ്പി. പുരോഗതി ഉള്ളത് സാമ്പത്തികം കിട്ടുന്ന കാര്യത്തിനകത്ത് വ്യത്യസ്തമായിട്ട് എന്ത് വേണേലും ചിന്തിച്ചെടുക്കാന്ന് മച്ചമ്മേനല്ലേ എനിക്ക് ഉപദേശം തന്നെ. എന്നിട്ട് ഞാൻ മോഡേൺ ആപ്പ് എന്ത് പിന്തിരിപ്പ് വർത്താനം? ഇത് ഭയങ്കര ബോറല്ലേ? അല്ല, ഇങ്ങനെ കോലം കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇൻസ്റ്റയില് ഫോട്ടോ ഇട്ട് ഒരുപാട് ഫോളോവേഴ്സ് ആവുമ്പോ പൈസ വരും. ഓ, ഇനി അതിന്റെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഞാൻ മോഡേൺ ആവുന്നതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഇത്ര കുത്തം? കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങി കിട്ടും. ഇതും കൊണ്ട് കൊടങ്ങാവിളക്ക് കൊണ്ടുപോയിട്ട് നീ വല്ല സർക്കസിന് പോവോ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇവിടെ ഈ പരിപാടി നടക്കൂല. ഹലോ മിസ്സസ് തങ്കംഗ്ലീറ്റസ്, നിങ്ങളുടെ ഉള്ളിലെ അസൂയാണ് ഈ വർത്താനത്തിന് കാരണം. അതെ 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 അതെ. പിന്നെ കൊടങ്ങാവളെ പോണോ ഇവിടെ താമസിക്കണോന്ന് ഗൃഹനാഥ ക്ലീറ്റം മച്ചമ്പി എന്നിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്യും. അല്ലെ ബോയ്സ്? എന്റെ കാശ്, എന്റെ മുടി, എന്റെ കോസ്റ്റ്യൂം, ഞാൻ തോന്നിയ പോലെ ഇരിക്കും. നിങ്ങൾക്ക് എന്ത്? ഒന്നുമില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണേ. അത് സ്ഥിരം പറച്ചില്ല ആൾക്കാരാണ്. സെറ്റല്ലേ? വരുമാനമൊക്കെ വരുമ്പോഴേ തന്ന കാര്യങ്ങളൊക്കെ. എന്ത് കാര്യങ്ങൾ? നമ്മള് വേറെ സംസാരിച്ച ഫോട്ടോസ് എടുക്കാം, നമുക്ക് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യാം. നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അതിന്റെ ലൈക്ക് നോക്കി ഇട്ടത്. ഓക്കെ, അപ്പോഴേക്കും ഞങ്ങൾ തോറ്റ് വരാം. നമുക്ക് എടുക്കാമേ. നിങ്ങൾ എന്നാണ് കോലം കൊണ്ടാക്കിയത്? കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ. വല്ല ഇവന്റെ പ്രായത്തിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യണ്ടേ? റോസ്മേരി വീഡിയോ കോൾ ചെയ്യുന്നു. കണ്ട് റോസ്മേരി ഇപ്പൊ വീഡിയോ കോൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എടുക്കാം. എടുത്തിട്ട് ഞാൻ മോഡേൺ ആയ കാര്യം അവക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അവർക്ക് ഭയങ്കര പരാതിയായിരുന്നല്ലോ. എങ്ങനെ ലുക്കല്ലേ? എന്ത് നിങ്ങളിതെന്തോന്നീ കാണിച്ചു വെച്ചേക്കുന്നെ? മോഡേൺ ആയി ഫ്രീക്ക്. മര്യാദക്ക് ഇതെല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞോണം. പൈസ ചെലവായ കൊച്ചു പിള്ളേരെ കൊണ്ട് നടക്കാന്ന് വിചാരിച്ചോ? ചെറുപ്പായില്ലേ? നാണുണ്ടോ നിങ്ങൾക്ക് മനുഷ്യ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ? റോസു, ഞാൻ വേഗം അതെല്ലാം മാറ്റിക്കോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാം. റോസ്മേരി അങ്ങോട്ട് വന്നാണ്ടല്ലോ, എന്നെ അങ്ങോട്ട് വരുത്താതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. വേഗം മാറ്റിക്കോ. ഈ ലുക്ക് മാറ്റിയില്ല. അവളെ എപ്പോ ഇവിടെ കയറി വന്നെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ ഈ സമയത്ത് അവൾ എന്നെ വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ ഞാൻ ഫ്രീക്കായ ന്യൂസ് ആരോ ഇവിടുന്ന് ഒറ്റിക്കൊടുത്തിട്ടുണ്ട്.